الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഈ ലോകം നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ പരിപാലിക്കുന്ന, നാളെ ഖിയാമത്ത് നാളിൻ്റെ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായി എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുർആനിൽ അല്ലാഹു തആല വളരെയധികം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് രാത്രി നമസ്കാരം എന്നത്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമൻ യഖ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി. അതല്ല, പരലോകത്തെപ്പറ്റി ജാഗ്രത പുലർത്തുകയും തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം ആശിക്കുകയും ചെയ്തുകൊണ്ട് സുജൂദ് ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും രാത്രി സമയങ്ങളിൽ കീഴ്വണക്കം ചെയ്യുന്നവനോ അതല്ല സത്യനിഷേധിയോ ആരാണ് ഉത്തമനായ ആൾ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. രാത്രി സമയം, ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ എന്നാണ് പറയുന്നത്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. പറയുക, അറിയുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? ബുദ്ധിമാൻ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. രാത്രി സമയം നമസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തുന്നുണ്ടെങ്കിൽ, ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തുന്നുണ്ടെങ്കിൽ അവിടെ റഹ്മത്തിറങ്ങുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വസിയ്യത്തായി ഒരു കാര്യം ഖുർആൻ പറയുന്നത്, മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക നഅസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് ഖുർആൻ പാരായണത്തോടുകൂടി നമസ്കരിക്കുകയും ചെയ്യുക. അതിന് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു. നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു മഖാമുൻ മഹ്മൂദിലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു നിർബന്ധ ബാധ്യതയായി ഏറ്റെടുത്ത് മാതൃക കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഫഅലം
അന്ന ശറഫൽ മുഅ്മിനി ഖിയാമൽ ലൈൽ, ഒരു മുഅ്മിനിന്റെ ശ്രേഷ്ഠത അത് രാത്രി നമസ്കാരത്തിലാണ്. രാത്രി നമസ്കരിക്കുന്ന മുഅ്മിനിന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. അന്നൽ ഇസ്സത ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ജനങ്ങളിൽ നിന്നും ധന്യത നടിക്കുക, അഥവാ ജനങ്ങളുടെ കയ്യിലുള്ളത് ആശിക്കാതിരിക്കുക. അവരിൽ നിന്ന് ഞാൻ അവരെക്കാൾ ധന്യനാണ്, തൃപ്തനാണ്, എനിക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും, മറ്റുള്ള ആളുകൾക്ക് കിട്ടിയതിൽ എനിക്ക് നിരാശയില്ല എന്ന് ചിന്തിക്കുകയാണ് ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് ലഭിക്കുന്ന ഇസ്സത്ത്. ഒരാൾക്ക് പ്രതാപമുണ്ടാകണമെങ്കിൽ അയാൾ രാത്രി നമസ്കരിച്ചാൽ മതി എന്നാണ് ഈ ഒരു കൽപ്പനയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാത്രി നമസ്കാരം മുഅ്മിന്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കും. ജനങ്ങളിൽ നിന്ന് ധാരാളം അനുഗ്രഹം ലഭിച്ചവനെന്ന വിചാരം പ്രതാപവും വർദ്ധിപ്പിക്കും. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാലിൽ നീര് വരുമാറ് നമസ്കരിച്ചിരുന്നു. ഈ നമസ്കാരം കണ്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട് ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട അങ്ങ് രാത്രിക്കാലിൽ നീര് വരുവോളം നമസ്കരിക്കുന്നത് എന്തിന് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി പ്രധാനമാണ്. അഫലാ കൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ? നമുക്ക് തന്ന ശരീരം, നമ്മുടെ സമ്പത്ത്, സമാധാനമുള്ള ഒരു രാജ്യം, അതേപോലെ വരുമാനം, നമ്മളെ ഇവിടെ ജീവിക്കാൻ വിട്ടത്, ആയുസ് തീരാതെ ഇനിയും നമസ്കരിക്കാനും ജുമാക്ക് പങ്കെടുക്കാനും ഹിദായത്ത് ലഭിച്ചത് എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ മനുഷ്യൻ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? രാത്രി നമസ്കരിച്ചിട്ടും പകൽ നോമ്പ് നോറ്റിട്ടും ധാരാളം അല്ലാഹുവിനെ ഓർത്തും നന്ദി ചെയ്യണം. ലഭിച്ച അനുഗ്രഹങ്ങൾ നന്ദി ചെയ്യാനുള്ള മാർഗമാണ് രാത്രി നമസ്കാരം എന്നർത്ഥം. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നു, ചില കർമ്മങ്ങൾ ചെയ്താൽ മതി. രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളെ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ താങ്കളുടെ മേൽ രാത്രി നമസ്കാരത്തിൻ്റെ പ്രതിഫലം എഴുതി വെക്കുന്നതിന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ പേരിൽ നമ്മൾ ഉറങ്ങുകയാണ്. രാത്രി നമസ്കാരത്തെ അള്ളാഹു നമ്മുടെ മേൽ എഴുതി വെക്കണമെങ്കിൽ ചില കർമ്മങ്ങൾ ചെയ്താൽ മതി. ആ കർമ്മങ്ങളാണ് ഇന്ന് നമ്മുടെ ഖുത്ബയിൽ സൂചിപ്പിക്കുന്നത്. 5 കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ രാത്രി നമസ്കാരത്തിൻ്റെ പ്രതിഫലം കിട്ടും. ഒന്നാമത്തേത് ശരിക്കും ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ഒരു അധ്വാനം കൊണ്ട് ഇശാ മുതൽ സുബഹി വരെ ഖുർആൻ പാരായണം ചെയ്ത് തൻ്റെ ഉറക്കം കളഞ്ഞ് നമസ്കരിച്ച അതേ പ്രതിഫലം കിട്ടും. സുബഹിനും ഇശാഇനും ജമാഅത്ത് നമസ്കരിച്ചാൽ മതി. ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ഒരാൾക്ക് സുബഹുൻ ഇശാഉൻ ജമാഅത്ത് കിട്ടിയാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം അവന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ സല്ലൽ ഇശാഅ ഫിൽ ജമാഅ കാന കഖിയാമി നിസ്ഫിൽ ലൈൽ, ഒരാൾ ഇശാ ജമാഅത്തിൽ പങ്കെടുത്താൽ അയാൾ രാത്രി പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. അത്രയും പ്രതിഫലം കിട്ടും. അമൻ സല്ലൽ ഇശാ വൽ ഫജ്ർ ഫിൽ ജമാഅ കാന കഖിയാമി ലൈലത്തിൻ, ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. ഇശാഉം ഫജ്റും ജമാഅത്തായി നമസ്കരിച്ചാൽ. ഇങ്ങനെ നമസ്കരിക്കുന്നവർ ആ പ്രതിഫലം കൂടി ആഗ്രഹിക്കണം. ഇഹ്തിസാബ് എന്നത്, പ്രതിഫലേച്ഛ എന്നത്, ആ പ്രതിഫലേച്ഛ ഉണ്ടാകുമ്പോഴാണ് ആ കർമ്മത്തിന് തത്തുല്യമായ പ്രതിഫലം എഴുതി വെക്കുക. അപ്പോൾ ഇന്നു മുതൽ ഇശാഇന് ജമാഅത്തിന് വരുന്നവർ, സുബഹിന് ജമാഅത്തിന് വരുന്നവർ മനസ്സിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും റബ്ബിനോട് ചോദിക്കുകയും ചെയ്യണം, എനിക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് സുബഹി ജമാഅത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയും ആ പ്രതിഫലം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യണം. ഉറക്കം വലിയ അനുഗ്രഹമാണ്. വലിയവനും ചെറിയവനും പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ഉറക്കം വിശ്രമമാണ്. ഈ ഉറക്കം ലഭിക്കുന്നതോടൊപ്പം രാത്രി മുഴുവൻ നമസ്കരിക്കുന്ന പ്രതിഫലവും കിട്ടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? ഇശയും സുബഹിയും ജമാഅത്താക്കിയാൽ ഉറക്കം പോലും ഇബാദത്തായി മാറും. കാരണം നിസ്കരിക്കാതെ ഉറങ്ങിയാൽ തന്നെ ഉണർന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു വലിയ കർമ്മമാണ്. അള്ളാഹുവിൻ്റെ മഹാകാരുണ്യം എത്ര വലുതാണ്!
ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോഴും അവൻ രാത്രി നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല എഴുതി വെക്കും. അതിൻ്റെ പുറമെ രാത്രി 1 മണിക്കൂറോ 2 മണിക്കൂറോ അരമണിക്കൂറോ 25 മിനിറ്റോ ഒക്കെ രാത്രി നമസ്കരിക്കുകയും വേണം. ഈ ഒരു കാര്യമുണ്ടെന്ന് വിചാരിച്ച് ഇന്നു മുതൽ ഖിയാമുൽ ലൈൽ നിർത്തേണ്ട കാര്യമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനുമൊക്കെ ഈ പ്രതിഫലം കിട്ടിയിരുന്നു. അതിൻ്റെ കൂടെ അവർ രാത്രി സുദീർഘമായി നമസ്കരിക്കുകയും ചെയ്തിരുന്നു. 2, ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായി തറാവീഹ് നമസ്കരിച്ചാൽ, റമളാനിലുള്ള തറാവീഹ് നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ്. അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമളാനിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നോമ്പ് എടുത്തു. മാസം അവസാനിക്കുമ്പോൾ, മാസം അവസാനിക്കാൻ 7 ദിവസമുള്ളപ്പോൾ രാത്രിയുടെ 1/3 ഞങ്ങളുടെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. മാസം അവസാനിക്കാൻ 6 ദിവസം ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചില്ല. അഥവാ 7 ദിവസം ബാക്കിയുള്ളപ്പോൾ നമസ്കരിച്ചു, 6 ദിവസം ബാക്കിയുള്ളപ്പോൾ നമസ്കരിച്ചില്ല, 5 ദിവസം ബാക്കിയുള്ള ദിവസം ആ ദിവസം രാത്രി പകുതിയോളം ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചു. ഇനി ഞങ്ങൾ രാത്രികളിൽ നമസ്കരിക്കണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? ഇന്നർ റജുല ഇദാ സല്ലമ അൽ ഇമാമി ഹത്താ യൻസരിഫ ഖുസിബ ലഹു ഖിയാമുൽ ലൈലത്തിൻ. ഇമാം പിരിയുന്നതുവരെ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചവൻ രാവ് മുഴുവൻ നമസ്കരിച്ചവന്റെ കൂലി കരസ്ഥമാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാമിന്റെ കൂടെ നമസ്കരിക്കുന്ന തറാവീഹിന് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമുണ്ട്. അവന് നൽകുന്ന ആ രാവ് മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ് അവന് നൽകുന്നത്. ചെറിയ ആസൂത്രണങ്ങൾ വലിയ പ്രതിഫലങ്ങളായി മാറുമെന്നർത്ഥം. 3-ാമത്തെ കാര്യം, ഖിറാഅത്തു മിഅത ആയത്തിൻ ഫീ ലൈല. ഒരു ദിവസം രാത്രി 100 ആയത്തുകൾ ഓതുക. 100 ആയത്ത് ഓതുന്നവന് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം കിട്ടും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറാ ബിമിഅതി ആയത്തിൻ ഫീ ലൈലി കുതിബ ലഹു ഖുനൂതു ലൈലത്തിൻ. ആരെങ്കിലും രാത്രി 100 ആയത്ത് പാരായണം ചെയ്താൽ അവന് രാത്രി ഉറക്കമൊഴിച്ചതിൻ്റെ അഥവാ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം നൽകപ്പെടും. രാത്രി 100 ആയത്ത് പാരായണം ചെയ്യുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. അതിന് സന്നദ്ധത വേണം, ആഗ്രഹം വേണം, ഒരുക്കം വേണം, സാഹചര്യം വേണം. ഈ ഹദീസ് ബോധ്യപ്പെടണം. എന്നിവ ഉണ്ടായാൽ അങ്ങനെ രാത്രി 100 ആയത്ത് ഓതാൻ വലിയ പ്രയാസമില്ല. സൂറത്തുൽ ഖലം ചെറിയ ആയത്തുകളുള്ള സൂറത്താണ്. സൂറത്തുൽ ഹാക്ക ചെറിയ ആയത്തുകളുള്ള സൂറത്താണ്. പണ്ഡിതന്മാർ ഈ 2 സൂറത്തുകളും പാരായണം ചെയ്താൽ 100 ആയത്താകുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഓതിയിരുന്ന സൂറത്ത് ഏതൊക്കെയാണ്? സൂറത്തുൽ ഇസ്രാ, സൂറത്തുൽ സുമർ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ സജദ. ഈ 4 സൂറത്ത്, 17-ാമത്തെ സൂറത്ത്, 39-ാമത്തെ സൂറത്ത്, 67-ാമത്തെ സൂറത്ത്, 32-ാമത്തെ സൂറത്ത്, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യേന പാരായണം ചെയ്തതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്ഥിരമാർക്കെങ്കിലും ഇങ്ങനെ രാത്രി 100 ആയത്ത് പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനു പകരം സുബ്ഹിനും ദുഹറിനും ഇടയിൽ പൂർത്തിയാക്കാൻ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്താണ് അങ്ങനെ കൽപ്പിക്കാൻ കാരണം? അത്രക്കും ആ ചര്യയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നെഞ്ചിലേറ്റിയിരുന്നു. അവരത് സ്ഥിരം ചെയ്തിരുന്നു. അത് ചെയ്യാതിരിക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടായിരുന്നു. അപ്പോഴവർ ചോദിച്ചു, എന്ത് ചെയ്യും? രാത്രി അങ്ങനെ ഓതാൻ സാധിച്ചില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മറുപടി പറയാണ്, മന്നാമൻ ഹിസ്ബിഹി ഔ കുൻശൈഇൻ മിൻഹു വഖറാ ഫീമാ ബൈന സ്വലാത്തി വൽ ഫജ്ർ സ്വലാത്തിൽ ഫജ്ർ വസലാത്തിൽ ളുഹർ കുതിബ ലഹു കഅന്നമാ ഖറാ മിനൽ ലൈല. ഒരാൾക്ക് രാത്രി ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യം കൊണ്ടോ അയാൾക്ക് രാത്രി 100 ആയത്ത് ഓതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ സ്വലാത്തുൽ ഫജ്റിനും സ്വലാത്തുൽ ളുഹറിനും ഇടയിൽ 100 ആയത്ത് ഓതിയാൽ കുതിബ ലഹു കഅന്നമാ ഖറാ മിനൽ ലൈൽ, രാത്രി ഓതിയാതെ പ്രതിഫലം കിട്ടും. ദീനിൽ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിന് മാത്രമാണ് പകരം ഒരു സൊല്യൂഷൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ഈ 100 ആയത്ത് പാരായണം ചെയ്യൽ ആവശ്യമായതിനാലാണ് ഇങ്ങനെ ഒരു ഉദ്ർ, ഇങ്ങനെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്നർത്ഥം. 4-ാമത്തെ കാര്യം,
ഉറങ്ങുന്നതിന് മുമ്പ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കണമെന്ന് നിയ്യത്ത് വെക്കൽ, ഉദ്ദേശിക്കൽ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാ ഫിറാശിഹി വഹുവ യൻവി അൻ യഖൂമ യുസല്ലി മിനൽ ലൈൽ ഫഗലബതുഹു ഐനാഹു ഹത്താ അസ്ബഹ കുതിബ ലഹു മാ നവ വകാന നൗമുഹു സദഖതൻ അലൈഹി മിൻ റബ്ബിഹി അസ്സ വജൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് നിയ്യത്ത് വെച്ചു. പക്ഷേ അയാളുടെ കണ്ണയാളെ മറികടന്നു, അഥവാ അയാൾ ഉറക്കത്തിൽപ്പെട്ടു. എന്നിട്ട് രാവിലെ വരെ അയാൾ ഉറങ്ങി, സുബഹി വരെ ഉറങ്ങി. അവൻ ഉദ്ദേശിച്ചത് അവന് പ്രതിഫലമായി ലഭിക്കും. അവന് കിട്ടിയ ഉറക്കം അല്ലാഹു സ്വതക്കയായി നൽകിയതാണ്. അവന് കിട്ടിയ ഉറക്കം അല്ലാഹു തആല സ്വതക്കയായി നൽകിയതാണ്. അപ്പോൾ ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ രാത്രി നമസ്കരിക്കണമെന്ന ഉദ്ദേശം, അയാൾ രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമാർക്ക് കിട്ടും, അയാൾക്ക് കിട്ടും. രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് ഉദ്ദേശിച്ചു, സാധിച്ചില്ല, അയാൾക്ക് രാത്രി നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒന്ന്, സുബഹി ജമാഅത്ത്, ഇശാ ജമാഅത്ത് എന്നിവ നിർവഹിക്കുന്നവന് രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. രണ്ടാമത്തെ കാര്യം, തറാവീഹ് മുഴുവനായി ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചവന് അവന് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം കിട്ടും. രാത്രി 100 ആയത്ത് പാരായണം ചെയ്യുന്നവന് രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. അതേപോലെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവൻ രാത്രി നമസ്കരിക്കണമെന്ന് ഉദ്ദേശിച്ച് കിടന്നുറങ്ങിയാൽ രാത്രി നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അവന് കിട്ടും. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്ന് 100 ആയത്ത് പാരായണം ചെയ്യുക എന്നതുള്ളത് പ്രയാസമാണോ? അല്ല. സുബഹിനും ഇശായിനും ജമാഅത്തിനും പങ്കെടുക്കാൻ നമ്മളൊന്ന് അരമുറയ്ക്ക് ഉദ്ദേശിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ്. ഈ കാര്യമെങ്കിലും ജീവിതത്തിൽ പകർത്തി രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. ചെറിയൊരു ശ്രദ്ധ, 365 ദിവസവും രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. നമ്മൾ ഉദ്ദേശിച്ച് മുന്നോട്ടിറങ്ങിയാൽ നന്മ ചെയ്യാൻ എളുപ്പമാണ്. അദ്ദീനു യുസ്റുൻ, മതം എളുപ്പമാണ്. അദ്ദീനു യുസ്റുൻ, മതം എളുപ്പമാണ്. ഖുർആൻ പാരായണം ചെയ്യാൻ എളുപ്പമാണ്. രാത്രി നമസ്കരിക്കാൻ എളുപ്പമാണ്. വുളു ശരിയായി എടുക്കാൻ എളുപ്പമാണ്. നമസ്കാരം നന്നാക്കാൻ എളുപ്പമാണ്. ദീൻ എളുപ്പമാണ്. ഈ എളുപ്പത്തെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കണമെങ്കിൽ ഹിദായത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകണം. ഹിദായത്തിൻ്റെ വേലിയിറക്കം ഉണ്ടാകാൻ പാടില്ല. തഖ്വ നമുക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും വിശാലമായും അത് ആനന്ദകരമായും ചെയ്യാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഖുർആനിൽ കൽപ്പിച്ച ഖിയാമുൽ ലൈൽ നഷ്ടപ്പെടുത്താതെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഡബിൾ പ്രതിഫലമായി ഈ കാര്യം കൂടി അതിനോട് ആഡ് ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ രാത്രി നമസ്കാരത്തിൻ്റെ തത്തുല്യ പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കർമ്മം സുബഹി ജമാഅത്തും ഇശാ ജമാഅത്തും കിട്ടുക എന്നുള്ളതാണ്. അത് പുരുഷന്മാർക്ക് നിർബന്ധമാണ്. വീട്ടിൽ നിന്ന് പുരുഷന് നമസ്കാരമേയില്ല. ജമാഅത്ത് നമസ്കാരമല്ലാതെ വേറെ നമസ്കാരം പുരുഷനില്ലേയില്ല. ഇനി വീട്ടിൽ നിന്ന് നമസ്കരിക്കേണ്ട ജമാഅത്ത് കിട്ടാത്തൊരു സാഹചര്യത്തിലും പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോഴേ ആ ശീലം നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമസ്കാരം മനുഷ്യൻ്റെ കാപട്യത്തെയും വിശ്വാസത്തെയും അളക്കാനുള്ള മാനദണ്ഡമാണ്. നമ്മുടെ നമസ്കാരം നമ്മുടെ കാപട്യത്തെയും നമ്മുടെ വിശ്വാസത്തെയും അളക്കാനുള്ള മാനദണ്ഡമാണ്. നമ്മൾ കപട വിശ്വാസിയാണോ?
നമ്മൾ സത്യവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയാനുള്ള അളവ് കോലാണ് നമസ്കാരം. നമസ്കാരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഞാൻ കപടവിശ്വാസിയാണോ ഞാൻ സത്യവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. കപടവിശ്വാസിയാണെങ്കിൽ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലായിരിക്കും കപടവിശ്വാസി ഉണ്ടായിരിക്കുക. വവൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ച് നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പറഞ്ഞ വൈലുൻ എന്നതിന്റെ അർത്ഥം തഫ്സീറുകളിൽ കൊടുത്തിട്ടുള്ളത് നരകക്കാരന്റെ ചീഞ്ചലവും മലവും മൂത്രവും ചെന്ന് ചേരുന്ന സെപ്റ്റിക് ടാങ്കിന് പറയുന്ന പേരാണ് വൈലുൻ. അങ്ങനെ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവനൊക്കെ ചെന്ന് ചേരുന്നത് അവിടെയായിരിക്കും. അതുകൊണ്ട് കാപട്യത്തോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വിശ്വാസിയായി പത്തരമാറ്റു വിശ്വാസിയായി ജീവിക്കുന്നതാണ്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കളവ് പറയാത്ത, തൻ്റെ നാവ് കൊണ്ട് സത്യം മാത്രം മൊഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ വലൗ യഅലമൂന മാ ഫീഹിമാ ലാ അതൂഹുമാ വലൗ ഹബ്വ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇശാ ജമാഅത്തും സുബ്ഹ് നമസ്കാരവുമാണ് മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരം. അവർ ഈ ഇശാഇന് ജമാഅത്തിന് വരില്ല, സുബ്ഹിന് ജമാഅത്തിന് വരാതെ വീട്ടിൽ കടന്നുറങ്ങും. അവനെപ്പറ്റി നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മുനാഫിഖാണ്, അവൻ നരകത്തിന്റെ അടിയിലത്തെ തട്ടിലാണ്. നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മാറണം, നിർബന്ധമാണ്. കപടന് ഏറ്റവും ഭാരമുള്ള നമസ്കാരം ഇശാവും സുബഹിയുമാണ്. നമ്മളെങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കണം. നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ ജുമാ കഴിഞ്ഞിട്ട് നിർബന്ധമായി ചിന്തിക്കണം. ഇന്നത്തെ സുബഹിക്ക് എവിടെ നമസ്കരിച്ചു? ഇന്നലത്തെ ഇശാഇന് എവിടെയാണ് നമ്മൾ നമസ്കരിച്ചത്? ആലോചിക്കണം, ചിന്തിക്കണം. കണ്ണു കാണാത്ത ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു, പ്രവാചകരെ, എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോരാനൊരു തുണയില്ല, അതുകൊണ്ട് നമസ്കരിക്കാനെത്താൻ പ്രയാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എന്താ? ഹൽ തസ്മഉൻ നിദാഅ ബിസ്സലാ, നമസ്കാരത്തിനുള്ള വിളി താങ്കൾ കേൾക്കാറുണ്ടോ? അന്ധൻ പറഞ്ഞു, കണ്ണ് കാണാത്തയാൾ പറഞ്ഞു, നഅം, അതേ കേൾക്കലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാജിബ്, നീ ഉത്തരം ചെയ്യണം. കണ്ണില്ലാത്തവനോട് ഉത്തരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവ് കൊണ്ട് കണ്ണട പോലും വെക്കാത്തവന് എത്ര നിർബന്ധമായിരിക്കും പള്ളിയിലെ ജമാഅത്ത് എന്ന് നമ്മൾ ആലോചിക്കണം. പള്ളിയിൽ ജമാഅത്തിന് വരാത്തവൻ, സമയമുണ്ടായിട്ടും വരാത്തവൻ നന്ദി കെട്ടവനാണ്. കാരണം അവന് അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നില്ല. അള്ളാഹു പറഞ്ഞ കാര്യം വലിയ അജണ്ടയാക്കി എടുക്കുന്നില്ല. ദുനിയാവിൻ്റെ ഈ പത്തരമാറ്റ് തിളക്കമുള്ള ഈ ജീവിതത്തെ വലിയ ജീവിതമായി കാണുകയും ആഖിറമാകുന്ന വിശാലമായ ജീവിതത്തെ ചെറുതായി കാണുന്നവനുമാണ് ഈ ലോകത്ത് മുനാഫിക്ക്. നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ആരെയും ആരോപിക്കുകയല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പച്ച യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ന് ഇശാ മുതൽ നാളെ സുബഹി മുതൽ ജമാഅത്തിന് പള്ളിയിലുണ്ടായി മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ, മുസ്ലിഹീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടാൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇശാഇനും സുബഹിക്കും ജമാഅത്തിന് വരാൻ ഭാരമില്ലാത്ത സത്യവിശ്വാസികളാക്കി അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും മാറ്റി തീർക്കുമാറാകട്ടെ. ഖിയാമുൽ ലൈൽ നമസ്കരിക്കാനും ഖിയാമുൽ ലൈലിന്റെ തത്തുല്യമായ പ്രതിഫലം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നമുക്കും കുടുംബത്തോടു കൂടി സ്വർഗത്തിൽ പോകാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാഉൻ ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.